എന്തായാലും SFI ഗവർണർ പോര് രൂക്ഷമാകുമ്പോൾ SFI ഒറ്റയ്ക്കല്ല, മന്ത്രിമാർ കൂടി അതിശക്തമായി തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഭരണഘടനാ സംവിധാനം തകർക്കാൻ മുഖ്യമന്ത്രി ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് രാജ്ഭവൻ പത്രക്കുറിപ്പായി ഇറക്കിയത്. അതിന് പിന്നാലെ കടുത്ത വിമർശനമാണ് മന്ത്രിമാർ ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത്. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ, സർവകലാശാലയെ ദുർബലപ്പെടുത്താൻ എന്തോ പ്രത്യേക അവസ്ഥയിൽ പ്രതികരിക്കുന്ന ഒരാൾ ഒരു ഭരണഘടനാ സ്ഥാനത്തും തുടരാൻ അർഹനായിട്ടുള്ള ആളല്ല. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പെരുമാറുന്നത് എന്ന് പറയുന്നത്, ആ തരത്തിലുള്ള തെറ്റായ രീതികളാണ് അദ്ദേഹം ആളുകളെ പറ്റി പറയുന്നത്, ആളുകളോടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടെ ഒക്കെ പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് വല്ലാത്തൊരു വിധത്തിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇതെങ്ങനെയാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്നത് ഇവിടെ വാർത്ത നിറഞ്ഞിരിക്കാനാണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? ക്യാമ്പസിൽ ബാനർ മാറ്റണമെന്നൊക്കെ പറഞ്ഞ ബാലിശമായ വാദം ഉന്നയിച്ചുകൊണ്ട് കവലച്ചട്ടമ്പികളെ പോലെ കേരളത്തിൽ പെരുമാറാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിലൊന്ന് നിലപാട് വ്യക്തമാക്കാനെങ്കിലും അവർ തയ്യാറാകണ്ടേ? ഒരു ബാനർ കേരളത്തിലെ ജനാധിപത്യ സാമൂഹ്യ ഇടത്തിൽ പ്രദർശിപ്പിക്കാനാകില്ല എന്ന് ഒരു ഭരണാധികാരി തീരുമാനമെടുക്കാവുന്നത് ശരിയാകുമോ? ഗവർണർ പദവി തന്നെ നിരോധിച്ചു കളയേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ ഗവർണറുടെ പെരുമാറ്റവും പ്രവൃത്തിയിടയാക്കി. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഗവർണർ ആയതോടുകൂടി താൻ ഈ ലോകത്തിൻ്റെ ആകെ അധിപനാണ് എന്ന് ധരിച്ചു വശായി ദൈവമായി മാറിയെന്ന് കരുതുന്നു എന്നാണ് തോന്നുന്നത്. കാവ്യവൽക്കരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ച് ഒരു ഗവൺമെന്റിനെ ഏതെല്ലാം തരത്തിൽ അസ്ഥിരപ്പെടുത്താൻ പറ്റുമോ ആ അസ്ഥിരപ്പെടുത്തലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബാനർ അവിടെ ഇരുന്നു എന്നുള്ളത് കൊണ്ട്, ഒരു ബാനറിൽ ഒരു വിഷയം ഉന്നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനാണ് ഇവിടുത്തെ എല്ലാം, എൻ്റെ മുമ്പിൽ ആരും ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യത്തിൻ്റെ രീതി മാത്രമാണ്.